അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ മെഹബുള്ളയാണ് താമസിക്കുന്നത്. മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര്, ഫുൾ പേര്. അപ്പൊ കുവൈത്തിൽ കൊല്ലപ്പെട്ട മലയാളി ദമ്പതിമാരായിട്ടുള്ള സൂരജിന്റെയും ബിൻസിയുടെയും മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2 ദിവസം മുന്നേ കുവൈത്തിലെ അബ്ബാസിയയിലെ ഫ്ളാറ്റിൽ കൈത്തറക്കപ്പെട്ട നിലയിലാണ് രണ്ടുപേരെയും കണ്ടെത്തുന്നത്, അല്ലെ? ഇവിടെ ഭാര്യയായിട്ടുള്ള ബിൻസിയെ കൊന്നതിന് ശേഷം ഭർത്താവായിട്ടുള്ള സൂരജ് സ്വയം ജീവൻ എടുക്കുകയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രാഥമിക നിഗമനം. ഇങ്ങനെ പരസ്പരം ചാകാൻ മാത്രം ഇവർക്കിടയിൽ സാമ്പത്തിക ബാധ്യത ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല. രണ്ടുപേരും കുവൈത്തിൽ ഹൈ സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മിനിസ്ട്രിയുടെ കീഴിൽ രണ്ടുപേരും നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. രണ്ടുപേരുടെയും കൂടി സാലറി എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അത് 10 ലക്ഷത്തോളം രൂപയോളം അടുത്ത് വരും. അത്രയും രൂപ ഒരു മാസം സാലറി മേടിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്കിടയിൽ സാമ്പത്തിക ബാധ്യതകൾ ഒട്ടുമേ ഇല്ല. പിന്നെ പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും ഇവർ മാതൃകാ ദമ്പതികളായിട്ടാണ് തോന്നുക. ആ രീതിയിലായിരുന്നു ഇവർ പുറമേ പെരുമാറിയിരുന്നത്. ഇവർ രണ്ടുപേരും മരിച്ച സമയത്ത് പോലും ഇവരുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇവരെ കുറിച്ചത് നല്ലത് മാത്രമാണ് പറഞ്ഞിരുന്നത്. അത്രയും ഇവർ നല്ല രീതിയിലായിരുന്നു ആളുകളോട് പെരുമാറിയിരുന്നത്. പിന്നെ നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന പോലെയല്ലല്ലോ കാര്യങ്ങൾ. എന്നാൽ ഇപ്പൊ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബിൻസിയുടെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകയുടെ സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന ഒരാൾ, പുള്ളിക്കാരുടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഇവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടോക്കാം. നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസിലെ നേഴ്സസ് കപ്പിൾസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറെ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നത് ഒരുപാട് ചാനൽസിൽ. അപ്പം ആൾക്കാരെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക, സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. അതിലെ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത്. കാര്യം അവരെ നഴ്സിംഗ് പഠിപ്പിച്ചു എന്നോ ജോലി വാങ്ങിക്കൊടുത്തെന്നോ അങ്ങനെയൊന്നും, അതൊക്കെ പിന്നെ അയാള് സൈക്കോ ആണെന്നും പിന്നെ സംശയരോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറെ ഫേക്കായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, ആ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഈ സൂരജിന്റെയും ബിൻസിയുടെയും മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ സൂരജും ബിൻസിയും പ്രേമിച്ചാണ് കല്യാണം കഴിക്കുന്നത്. രണ്ടുപേരും എന്തോ ഡൽഹിയിലെങ്ങാനും നഴ്സിംഗ് പഠിക്കാൻ പോയ സമയത്ത് അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. പിന്നീട് ആ ബന്ധം വളർന്നു, കല്യാണം വരെ എത്തി. പക്ഷെ ബിൻസിയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി കുറച്ച് ഉയർന്ന ഒരു ഫാമിലി ആയിരുന്നു. എന്നാൽ സൂരജ് ആണെങ്കിലോ സാമ്പത്തികമായി അത്ര ഭദ്രതയില്ല. അത് മനസ്സിലാക്കിയ ബിൻസി നഴ്സിംഗ് കഴിഞ്ഞൊരു ജോലി സമ്പാദിച്ച് സൂരജിന്റെ പഠനം പൂർത്തിയാക്കാൻ സഹായിച്ചു. മാത്രവുമല്ല കുവൈത്തിൽ ഒരു ജോലി പ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ എല്ലാം കൊണ്ടും സൂരജിനെ ഉയർത്തി കൊണ്ടുവന്നത് ബിൻസിയായിരുന്നു. ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. മാത്രവുമല്ല പ്രണയിക്കുന്ന കാലം തൊട്ട് സൂരജിന് ഭയങ്കര സംശയരോഗമായിരുന്നു. ബിൻസി എന്ത് ചെയ്താലും ആരോട് സംസാരിച്ചാലും സംശയത്തോടു കൂടിയായിരുന്നു സൂരജ് നോക്കി കണ്ടിരുന്നത്. അതാണ് ഈ മരണത്തിൽ കൊണ്ടുചെന്ന് കലാശിച്ചതും എന്നും പലരും പറയുന്നുണ്ട്. ഇവരുടെ അടുത്ത സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ തന്നെയാണ് 2 ദിവസം മുന്നേ ഈ കാര്യം വെളിപ്പെടുത്തിയത്. എന്തായാലും അന്ന് ആ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം. ഇവരെങ്ങനെ പഠിക്കുന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ടാണ്? ഡൽഹിയിൽ വെച്ച് പഠിക്കുന്ന സമയത്ത് കണ്ടതാണെന്നാണ് അവിടെ നമുക്കറിയാവുന്ന കാര്യം. അതിനുശേഷം സാമ്പത്തികമായിട്ട് പുള്ളിക്കാരന് അധികം ഇതൊന്നും ഉണ്ടായില്ല. പുള്ളിക്കാരി തന്നെയാണ് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും കൊടുത്ത് കുവൈറ്റിലേക്കൊക്കെ കടത്തി കൊണ്ടുപോയത്. ജീവിതം നല്ല രീതിയിലായിരുന്നു. പക്ഷെ കുടുംബത്തിലെ ചില അസ്വാരസ്യങ്ങളൊക്കെ വന്നായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു സംശയരോഗിയായിരുന്നു. പിന്നെ ഒരു ആശുപത്രിയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈസ്റ്ററിനൊക്കെ ഇവിടെ വന്നിച്ച് പോയതാണ് അവരൊക്കെ. ആശുപത്രിയിലേക്ക് പോകാനിരുന്ന സമയത്താണ് ഈ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ തൽക്കാലം കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഇവിടെ നിന്ന് വിദ്യാഭ്യാസം കൊടുക്കാന്നുള്ളതിൻ്റെ ബേസിലാണ് അവിടെ കുഞ്ഞുങ്ങൾ ഇവിടെ നിർത്തിയായിരുന്നത്. അതിനുശേഷം ഇവർ അങ്ങോട്ട് പോകാനുള്ള പരിപാടി ഇട്ടുകൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് കുവൈറ്റിൽ വെച്ചപ്പോൾ ഈ ക്രൂരകൃത്യം നടക്കണേ. പുള്ളി ഒരു മൊത്തത്തിലൊരു സംശയരോഗിയായിരുന്നു എന്നാണ് ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്ന ലോക്കൽ ഒരു ഇൻഫർമേഷൻ. വീട്ടുകാര് കാര്യങ്ങളൊന്നും തുറന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. അവന് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ. ഇവനെ ഇഷ്ടപ്പെട്ട് വീട്ടുകാരൊക്കെ വിവാഹത്തിൽ നിന്ന് വേണ്ടാന്ന് പറഞ്ഞ് വിലക്കേറുന്ന, പക്ഷെ അവനെ ഇഷ്ടപ്പെട്ട് ഇവിടെ ഡൽഹി പഠിക്കാൻ പോയ കാലം തൊട്ട് ഇവനെ പിക്കപ്പ് ചെയ്ത് എങ്ങനെയും കൊണ്ടുവന്ന ഒരു ലൈഫ് പാർട്ണർ ആക്കുക എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തിലായിരുന്നു പെൺകുട്ടി. അവൻ തന്നെ ഇവളുടെ ജീവൻ എടുക്കുകയും ചെയ്തു. മൂർഖമ്മാമനെ തന്നെ വളർത്തിയെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ഇതാണ് ഇവരുടെ സുഹൃത്തെന്ന് അവകാശപ്പെടുന്ന വ്യക്തി 2 ദിവസം മുന്നേ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. സൂരജിന് സംശയരോഗമാണ് ഈ മരണത്തിൽ കൊണ്ടുചെന്ന് കലാശിച്ചത് എന്നുള്ള രീതി. ഇതിന്റെ പേരിൽ കഴിഞ്ഞ 2 ദിവസമായി എല്ലാവരും സൂരജിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ വാദങ്ങളെല്ലാം അപ്പാടെ തള്ളുന്ന രീതിയിലാണ് ഇപ്പോൾ ബിൻസിയുടെ സഹപ്രവർത്തകയുടെ സുഹൃത്ത് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബാക്കിയോടെ ഒന്ന് കേട്ടോക്കാം. എല്ലാ വീഡിയോസിലും അപ്പോൾ ആരോ ഒരാൾ ഇറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഇതാ പറയുന്നത്. ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ 3-ാമതൊരാളിൻ്റെ
ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ മെഹബുള്ളയാണ് താമസിക്കുന്നത്. മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര്, ഫുൾ പേര്. പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെമായിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ള ഏതൊരു കൊലപാതകം നടന്നാലും കേൾക്കുന്ന ഒരു മസാലക്കഥ പോലെ തന്നെയുണ്ട് അല്ലേ? ഇപ്പൊ വന്ന് ഏതൊരു ഭർത്താവും ഭാര്യയും മരിച്ചു കഴിഞ്ഞാണെങ്കിൽ അപ്പൊ ഒരു അവിഹിതാരോപണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ട് കണ്ണടിച്ച് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? പക്ഷെ ഇവിടെ ബിൻസിയുടെ കാമുകന് പേരടക്കം എടുത്ത് പറയുന്നുണ്ട് മുകേഷ് എന്ന്. നമുക്കറിയില്ല ഈ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന്. ഈ വോയിസ് ഇങ്ങനെ പ്രചരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പ്രസന്റ് ചെയ്തെന്ന് മാത്രം. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടില് വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാൺ ചെയ്തിട്ടും ഇയാൾ വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ച് വരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവര് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്ക് വന്ന നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റു പുള്ളിക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത്. ഓക്കെ, ആ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഈ പറയുന്ന സൂരജും ബിൻസിയും ഇപ്പൊ നിലവിൽ കുവൈത്തിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രണ്ടുപേരും നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുവൈത്തിലുള്ള മക്കളെയും കൊണ്ടാണ് വന്നത്. മക്കളെ അവിടെ നിർത്തിയ ശേഷം തിരിച്ച് കുവൈത്തിലേക്ക് പോയി അവിടുന്ന് ചില പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയതിനു ശേഷം ഓസ്ട്രേലിയയിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ നാട്ടിലെത്തിയ ബിൻസി പെട്ടെന്ന് തന്നെ കുവൈത്തിലേക്ക് തിരിച്ചു. ഈ പറയുന്ന സൂരജ് ആണെങ്കിലോ മക്കളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് മെഡിക്കൽ ചെക്കപ്പിന് പോയി. ഈ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം സാവധാനമാണ് സൂരജ് കുവൈത്തിലേക്ക് പോയത്. അപ്പൊ ബിൻസി പെട്ടെന്ന് കുവൈത്തിലേക്ക് പോയ സമയത്ത് കുവൈത്ത് എയർപോർട്ടിൽ നിന്നും ബിൻസിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുകേഷ് വന്നിട്ടുണ്ടായിരുന്നു എന്നും അതിനുശേഷം രണ്ടാളും കൂടി ബിൻസിയുടെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ടായിരുന്നു എന്നും ഒക്കെയാണ് ഈ വോയിസിൽ ആരോപിക്കുന്നത്. അത് സൂരജ് എങ്ങനെയൊക്കെ അറിഞ്ഞു, അതിന്റെ തർക്കം ഉടലെടുത്തു. അത് പിന്നീട് മരണത്തിൽ ചെന്ന് കലാശിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം. പിന്നെ ഇതില് പുള്ളിക്കാരൻ ഇത് മർഡർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മുകേഷിന് അയച്ചു കൊടുത്തിട്ട് നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പോഴ് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയതോ ഫ്രണ്ടിന്റെ റൂമിലൊക്കെ പോയിരുന്നു. അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്നാണ് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഓക്കെ, ഇവിടെ ബിൻസിയുടെ കാമുകൻ എന്ന് ആരോപിക്കപ്പെടുന്ന മുകേഷിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ബിൻസിയെ സൂരജ് ആദ്യം കൊലപ്പെടുത്തിയതിനു ശേഷം ആ ഫോട്ടോ എടുത്തിട്ട് മുകേഷിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിന്നെയും കൊല്ലുമെന്ന ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. അത് കണ്ട് പേടിച്ച് മുകേഷ് സ്വന്തം സുഹൃത്തിന്റെ ഫ്ളാറ്റിൽ പോയി ഒളിച്ചു എന്നും പിന്നീട് സൂരജ് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത അറിഞ്ഞതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് പോയത് എന്നും ഒക്കെ പറയപ്പെടുന്നത്. എന്തായാലും ഇവർക്ക് പറയാനുള്ള ബാക്കിയും കൂടി ഒന്ന് കേട്ടോക്കാം. അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ഈ സിസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത്, വീഡിയോ കോൾ വരുന്നത്, മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവരെ മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷവും ഇയാൾ ആ പരിപാടി നിർത്താതെ വീണ്ടും ഇവരുടെ പുറകെ നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചയച്ച് ഒരു വലിയൊരു ദുരന്തത്തിലോട്ട് അവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ ദയവേത് ഇതിന്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. മരിച്ചുപോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം, അയാൾക്കും കുടുംബം ഉണ്ടാവും. അയാളെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി, സൈക്കാട്രിക് പേഷ്യൻ്റാക്കി, സംശയരോഗിയാക്കി, കൊലപാതകയാക്കി, എല്ലാമാക്കി. ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ, സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾ ഈ മുകേഷ് ആ പ്രശ്നത്തിന് അതിനെ പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും അവന് ഇപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിനൊന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിന്റെ സത്യം മനസ്സിലാക്കണമെന്ന് ഒരിതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ്. ഓക്കെ, അപ്പൊ ഈ രണ്ടുപേരുടെയും മരണത്തിൽ പൂർണ്ണ ഉത്തരവാദി
ഈ പറയുന്ന മുകേഷ് ആണെന്നുള്ളതാണ് ഈ വ്യക്തി ആരോപിക്കുന്നത് അല്ലെ. ഈ പറഞ്ഞതിൽ എത്ര സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഇനി പറഞ്ഞത് സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മുകേഷിന് പൊക്കണം. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ പാടില്ല. എന്തായാലും മൊത്തത്തിൽ ഇപ്പൊ ഈ കേസ് ഇങ്ങനെ കൊഴിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ ദമ്പതികളുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ സൂരജിന് ഭയങ്കര സംശയരോഗമായിരുന്നു, അത് മൂത്താണ് അവസാനം ഈ കൊലപാതകത്തിൽ ചെന്ന് കലാശിച്ചത് എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് എന്താണ്, ഇവിടെ ബിൻസിക്ക് ഒരു കാമുകനുണ്ടായിരുന്നു, മുകേഷ് എന്നാണ് പേര്, അവൻ കാരണമാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. ഇതിൽ ആര് പറയുന്നത് വിശ്വസിക്കണം, ആര് വിശ്വസിക്കാതിരിക്കണം എന്ന് ഭയങ്കര ഡൗട്ടാണ്. എന്തായാലും കാര്യങ്ങൾ മുഴുവനായിട്ട് അങ്ങോട്ട് കൊഴിഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. സത്യം എന്താണ് കളവ് എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. എന്തായാലും ഉടനെ തന്നെ സത്യം മറിഞ്ഞേക്ക് പുറത്തു വരട്ടെ അല്ലെ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.